ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഉദയപൂരിൽ നിന്ന് ഒരു 2 മണിക്കൂർ ഡ്രൈവൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ എത്തിയത് എവിടെയാണെന്നറിയോ? ഒരു മാർബിൾ വിസ്മയം കാണാൻ വേണ്ടിയിട്ട്. പാലി ജില്ലയിലെ രണക്പൂർ എന്നുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് കേട്ടോ ഈ ഒരു ജൈന ക്ഷേത്രം ഉള്ളത്. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ എവിടെ തിരിഞ്ഞാലും മാർബിളിലെ തൂണുകളാണ് കേട്ടോ. അപ്പോഴല്ലേ കണക്ക് അറിയണത് 1444 അധികം തൂണുകളുണ്ട് ഇത്ര ഇവിടെ. ഇതിന്റെ ഉള്ളിലേക്ക് ഫോൺ നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എക്സ്ട്രാ പേയ്മെന്റ് അവിടെ ചെയ്താൽ പിന്നെ നമുക്ക് വീഡിയോ ഫോട്ടോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിന്റെ ഉള്ളിലേക്ക് എല്ലായിടത്തേക്കും ഒരുപോലെ വെളിച്ചെത്തുന്ന പോലെയാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ മാർബിളിന്റെ ആ തണുപ്പും ആ മേലെ കൂടെ ഇങ്ങനെ വെളിച്ചം വരുന്നതും മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെ ഇന്ത്യൻസിനെക്കാട്ടും കൂടുതൽ ഫോറിനേഴ്സിനെ ആട്ടോ ഞങ്ങൾ കണ്ടത്. എന്താ പറയാ, ഇവിടെ ജൈന സംസ്കാരവും കലയും വാസ്തുവിദ്യയും എല്ലാം കൂടി കൂട്ടിയ ഒരു ഉദാഹരണം തന്നെ പറയാം ഈ ഒരു ക്ഷേത്രം. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനേ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. കാരണം അത്ര ഒരു തണുപ്പും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു ഇതിന്റെ ഉള്ളില്. അങ്ങനെ രണക്പൂറിൽ നമ്മൾ പോയത് ജവായ് വില്ലേജിലേക്കാണ്. രാജസ്ഥാനിലേക്ക് നമ്മൾ ടൂർ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തായാലും അവിടുത്തെ വില്ലേജ് ഒക്കെ ഒന്ന് കാണണമെന്ന്. ഇവിടെ നമ്മൾ 2 ദിവസമാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. പക്ഷെ ഒരു ദിവസം കാണാനുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കൊടും തണുപ്പത്ത് നമ്മളൊരു 5 മണി ആകുമ്പോഴാണ് ഇറങ്ങിയത്. നമ്മൾ ലെപ്പേർഡിനെ കാണാനാണ് കേട്ടോ പോണത്. നമ്മുടെ പുള്ളിപ്പുലി റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളും ഒരു ജിപ്സി വണ്ടിയിൽ ഒറ്റയ്ക്ക്. ഞാൻ വിചാരിച്ചു ദൈവമേ നമ്മളെ മാത്രം ഇനി പുലി എങ്ങാനും പിടിക്കുമോ. കാരണം എൻ്റെ പ്ലാൻ ആണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരണം എന്നും ഇവിടെ നിൽക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളെ അടുക്കും തോറും നിറയെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 50 വണ്ടി ഉണ്ടാവുന്ന ഡ്രൈവർ പറഞ്ഞത്. അങ്ങനെ ഒറ്റയ്ക്ക് അല്ല എന്നറിഞ്ഞപ്പോൾ ഒരു സമാധാനമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറെ വൈറലാണ് കേട്ടോ ഇവിടുത്തെ വീഡിയോ ഒക്കെ. അങ്ങനെയാണ് ഇത് ഫേമസ് ആവാൻ തുടങ്ങിയത്. ഓപ്പൺ ആയ വണ്ടിയിൽ നമ്മളിങ്ങനെ പോവുകയല്ലേ, തണുപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നേ. ഈ യാത്ര നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ കുറച്ചു നേരം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവിടുന്ന് ഡ്രൈവർമാരെല്ലാവരും പറയും ഇപ്പുറത്തേക്കാണ് പോകേണ്ടതെന്ന്. പിന്നെ തിരിച്ച് അവിടുന്ന് ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് പോകും. അവിടെ 2 മിനിറ്റ് നിൽക്കുമ്പോൾ പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകും. ഈ ഒരു യാത്ര ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. എൻ്റെ മനസ്സിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ പുള്ളിപ്പുലിയൊന്നും ഇപ്പം കാണരുതേ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ റോഡിലല്ലേ എപ്പോഴും വണ്ടി ഓടിച്ചിട്ടുള്ള അങ്ങനെ നമ്മൾ പോവാറ്. ഇങ്ങനെ ഓഫ് റോഡിൽ ഇതേപോലെ മലയും പാറയുടെ ഇടയിലൊക്കെ പോണത് നല്ല രസമുണ്ടായിരുന്നു. അത് ഈ വണ്ടിക്കേ കഴിയുള്ളൂ തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനാ വന്നതെന്ന് മറന്നു പോവുക കേട്ടോ. കാരണം നമ്മുടെ മെയിൻ ഫോക്കസ് ഈ വണ്ടിയിലുള്ള കറക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിപ്പുലിയാണെങ്കിൽ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു ആനിമലാണ്. അതുകൊണ്ട് കാണുമോ കാണില്ലേ എന്നുള്ളത് അതും നമുക്കറിയില്ല. ലൈറ്റൊക്കെ അടിച്ച് നോക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ 4 ഭാഗത്തു നിന്നും ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ആൾ ഇതുവരെ വന്നിട്ടില്ല. ഇതുപോലെ രാവിലെ മാത്രമല്ല വൈകുന്നേരം നമുക്ക് ഇങ്ങനെ ലെപ്പേർഡിന്റെ സൈറ്റിങ്ങിന് പോവാട്ടോ. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ നിറയെ പൊടിയൊക്കെ ആയിട്ട് നമുക്ക് അധികം വിസിബിൾ ആവില്ല എന്ന് പറഞ്ഞു കാണാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതിനിടയ്ക്ക് നേരം ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ സ്കൈ കാണാനുണ്ട് ദൈവമേ, ഒന്നും പറയണ്ട. എത്ര ഭംഗിയായിട്ടാണെന്നറിയോ അത് ഉണ്ടായിരുന്നത്. അവസാനം ദേ നമ്മൾ ആ കാഴ്ച കണ്ടു. അമ്മയും ഒരു കുട്ടിയാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു പുള്ളിപ്പുലിക്ക് ഒരു പേര് നമ്മൾ ഡ്രൈവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിത് ഇപ്പോൾ ഓർക്കണില്ല. നമ്മൾ ഡ്രൈവർ സൂപ്പറായ കാരണം, അതായത് പുള്ളിപ്പുലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ ഒരു ഒറ്റ പോക്ക് അങ്ങോട്ട് പോയതാണ്. അതുകൊണ്ട് എന്താ നേരിട്ട് നമുക്ക് അടുത്തുനിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഈ വീഡിയോയിൽ കാണുന്നില്ലേ അപ്പുറത്തെ മലേൻ്റെ അവിടെ വരെ വണ്ടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെ വരില്ലമ്മ. साइड में भी ला। അങ്ങനെ പുള്ളിപ്പുലിനെയും ബോണസായിട്ട് അതിന്റെ കുട്ടീനെയും കൂടി കണ്ട സന്തോഷത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾക്ക് ഭാഗ്യമുണ്ട്. അങ്ങനെ എപ്പോഴും നമുക്ക് ഇങ്ങനെ സൈറ്റിങ് കിട്ടണം എന്നില്ലല്ലോ. പുലിക്ക് അന്ന് നല്ല മൂഡായിരുന്നതുകൊണ്ട് പുറത്തേക്ക് വരാൻ തോന്നി. അപ്പോഴേക്കും ചെറുതായിട്ട് വെളിച്ചൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. അവിടുന്ന് നമ്മൾ പോയത് ഒരു നല്ലൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടുന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സൺറൈസും കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഇത്ര നേരം എൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ ഉണ്ണിയിരുന്നത്. പുലിനെയൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ അവിടുന്ന് സ്ഥലം വിട്ടു എന്നറിഞ്ഞപ്പോൾ തൊട്ട് ബാക്കിലേക്ക് ഒരു ചാട്ടായിരുന്നേ. പറഞ്ഞു തല കണ്ട അമ്മയ്ക്ക് വേണ്ട.
ഉണ്ണിയുടെ അടുക്കണത് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ജവായ് വില്ലേജിലെ കാഴ്ചകൾ. അടുത്ത ദിവസം നമ്മൾ തിരിച്ച് മുംബൈയിലേക്ക് തന്നെ വരാൻ പോവാണ്. ഈ ഒരു വില്ലേജ് നല്ല ഉള്ളിലേക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പിന്നെ നമുക്ക് പുറത്ത് പോവുക, പിന്നെ തിരിച്ച് വരിക, അത് കുറച്ച് ടൈം എടുക്കണ കാരണം പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വേണ്ടി പോയില്ല. ഉദയപൂരിൽ നിന്ന് നമുക്ക് ജവായ് വില്ലേജിലേക്ക് എത്താൻ ഏകദേശം ഒരു 3.5 മണിക്കൂർ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് നാളെ അങ്ങനെ പോകാനുള്ളതാണല്ലോ. അപ്പോൾ ഈ വരുന്ന വഴിക്കുള്ള കാഴ്ചകൾ, ഗ്രാമങ്ങൾ, അവിടുത്തെ ആൾക്കാർ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നിറയെ കടുക് പൂത്ത് നിൽക്കുന്ന പാടങ്ങളും നിറയെ പച്ചക്കറികളൊക്കെ നമ്മൾ കണ്ടുട്ടോ വരുന്ന വഴിക്ക്. രാജസ്ഥാനിലെ കണ്ടാലും തീരാത്ത ഒരുപാട് കാഴ്ചകൾ ഇനിയും ബാക്കിയാണ്. അപ്പോൾ ഉദയ്പൂരിലെ കാഴ്ചകളും ജവായ് വില്ലേജിലെ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഉദയ്പൂർ സീരീസ് ഇവിടെ കഴിയാണ് കേട്ടോ. കാല് തണുപ്പ്, അമ്മ തണുത്ത ബെഡ്, തണുത്ത ബെഡിന്റെ അവസ്ഥ എന്താവും ആലോചിക്കാം.